നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നിപ ഭീതിയിൽ വീണ്ടും സംസ്ഥാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ നില ഗുരുതരം. ഐസൊലേഷൻ വാർഡിന് സമീപം കർശന നിരോധനം. കൊല്ലം ജില്ലയിലും ഷിഗല്ല സ്ഥിരീകരിച്ചു. 2 വിദ്യാർത്ഥികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ എ പത്മകുമാറിനെതിരെ നടപടിക്കൊരുങ്ങി CPM. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന വേണമായിരുന്നുവെന്നും സംസ്ഥാന സമിതിയുടെ ആവശ്യമനുസരിച്ച് തിരുത്തൽ. തൃത്താല, കോങ്ങാട്, പാലക്കാട്, ചിറ്റൂർ മണ്ഡലങ്ങളെ തോൽവിയിൽ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആരോഗ്യ കാരണങ്ങളാൽ വീണ വിജയൻ നാളെ ഹാജരാകില്ല. ഹാജരാകാൻ മറ്റൊരു ദിവസം നൽകാൻ ED. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികൾ SITക്ക് മുന്നിൽ ഹാജരായി. 5 പേരെയും ചോദ്യം ചെയ്യുന്നു. സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ പണം സർക്കാർ മുൻകൂറായി നൽകണമെന്ന് KSRTC. മാസാവസാനം പണം നൽകാനുള്ള തീരുമാനം ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇന്ധന സബ്സിഡി ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്നും KSRTC. നഷ്ടം നികത്താൻ ധനവകുപ്പുമായി ഗതാഗത വകുപ്പിന്റെ ചർച്ച. സ്വർണ്ണവില ഇന്നും തകർച്ചയിൽ. പവന് 1560 രൂപ താഴ്ന്ന് 1,06,800 രൂപയിലെത്തി. ഗ്രാമിന് ഇന്ന് കുറഞ്ഞത് 195 രൂപ. പവൻ ഇന്നലെയും ഇന്നുമായി കുറഞ്ഞത് 5520 രൂപ. ലോകം കാൽപന്താരവത്തിലേക്ക്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് കിക്ക് ഓഫ്. ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിൽ. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. ഉദ്ഘാടനം ആവേശമാക്കാൻ സംഗീത വിരുന്നുൾപ്പെടെ കലാപരിപാടികൾ. നിപ രോഗിയെ പ്രവേശിപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിന് സമീപം കർശന നിരോധനം ഏർപ്പെടുത്തി. ഈ മേഖല ബാരിക്കേഡ് വെച്ച് അടച്ചു. മറ്റു വാർഡിലെ രോഗികളും ജീവനക്കാരും പ്രധാന കവാടത്തിലൂടെ മാത്രമേ പ്രവേശിക്കാവൂ എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം നിപ ബാധിച്ച രോഗിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കോഴിക്കോട് കളക്ട്രേറ്റിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കൂടുതൽ വിവരങ്ങളുമായി MM രാഗേഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രാഗേഷ്, നിലവിൽ കോഴിക്കോട് നിപ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് എല്ലായിടത്തും നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അറിയേണ്ടത് ഈ രോഗിയുടെ ഒരു സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതാണ്. രോഗിയുടെ സ്ഥിതി അല്പം മുൻപ് നമ്മൾ ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. രോഗി അല്പം ഭേദപ്പെട്ടിട്ടുണ്ട്. രോഗിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. ഇന്ന് രാവിലെയൊക്കെ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്ന രോഗിയുടെ ആരോഗ്യനിലയിൽ നേരിയ മാറ്റമുണ്ട് എന്നുള്ള കാര്യം ഏതായാലും ആശ്വാസമാണ്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം നിപ ഇനി എത്ര പേർക്ക് വരാനിടയുണ്ട്, അല്ലെങ്കിൽ ആ സമ്പർക്ക പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ്. റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ തയ്യാറാക്കുന്ന തിരക്കുകളിലാണ്. DMO ഒപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ചേർന്ന് യോഗം പുരോഗമിക്കുകയാണ്. ഒപ്പം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുമായി വീഡിയോ കോൺഫറൻസിംഗ് ഉൾപ്പെടെയുള്ളവ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി നടത്തും. അതിനുശേഷമായിരിക്കും ജില്ലാ ഭരണകൂടം എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ളത് വിശദീകരിക്കുക. 2018 സംസ്ഥാനത്ത് ആദ്യമായി നിപ വരുന്നത്. അതിനുശേഷം പിന്നീട് 2021 23 24 മലപ്പുറത്തും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇദ്ദേഹം ഒരു ഒഴിഞ്ഞ ഗോഡൗൺ ഒറ്റയ്ക്ക് ശുചിയാക്കി. അതിനിടയിലായിരിക്കാം ഇത്തരത്തിൽ രോഗം വന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ പേ വാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രോഗം ബാധിച്ചു എന്ന് കരുതുന്ന ആളുടെ ബന്ധുക്കളെ ക്വാറന്റൈനിലാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. സമ്പർക്ക പട്ടിക വരുമ്പോഴാണ് നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മേഖലകളിലേക്ക് ഈ രോഗി സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സമ്പർക്ക പട്ടികയിലുള്ളവർ യാത്ര ചെയ്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊള്ളുക. ശരി രാഗേഷ്. നിപ രോഗിയുടെ സ്വദേശമായ രാമനാട്ടുകര നഗരസഭ പരിധിയിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയെന്ന് നഗരസഭാ അധ്യക്ഷൻ കല്ലട മുഹമ്മദ് അലി. സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണെന്നും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയപ്പെടാനില്ല എന്നാണ്
എല്ലാ സ്ഥലത്തു നിന്നുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ 10 മണിക്ക് കലക്ടറെ മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. കണ്ടെയ്ൻമെന്റ് സോൺ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപകടകരമായ വൈറസ് അല്ല എന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷമേ അറിയാൻ കഴിയുള്ളൂ. സമ്പർക്ക പട്ടിക അങ്ങനെ എന്തെങ്കിലും? സമ്പർക്ക പട്ടിക തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ വെനർണിയിൽ പഠിക്കുന്ന 6 വീട്ടിലും പഠിക്കുന്ന 2 കുട്ടികളെ അവർക്കുണ്ട്. ആ ക്ലാസ് ഇന്ന് അവധി കൊടുത്തിട്ടുണ്ട്. ആ 2 ക്ലാസ്സും ഞാൻ അപ്പോൾ വെനർണി സ്കൂളിൽ സന്ദർശിച്ച് വരികയാണ്. പ്രിൻസിപ്പളായിട്ട് ചർച്ച ചെയ്തു. ആ കാര്യങ്ങളൊക്കെ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ ഓഫീസിലെത്തുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് പല ആളുകളെയും നേരിട്ട് കണ്ട് അവർക്ക് ഒക്കെ സന്ദർശിച്ചിട്ട് വരികയാണ്. ഇപ്പോൾ ഫാമിലി ക്വാറന്റൈനിൽ പോയിട്ടുണ്ടോ? ഫാമിലി ക്വാറന്റൈനാണ്. ഇന്നലെ വൈഫ് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്വാറന്റൈൻ ചെയ്യിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ചതോടുകൂടി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. മുൻകരുതലുകളും പ്രതിരോധ സംവിധാനങ്ങളും വിലയിരുത്തും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മന്ത്രി അടക്കം വ്യക്തമാക്കുന്നത്. വയനാട് ഷിഗല്ല പടരുന്ന സാഹചര്യവും പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കും. കൊല്ലം ജില്ലയിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ 2 ദിവസത്തിനിടെ 2 ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പരവൂർ പാലത്തറ മേഖലയിൽ വിദ്യാർത്ഥികൾക്കാണ് രോഗം പിടിപെട്ടത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ജനുവരി, ഫെബ്രുവരി മാസത്തിലും രോഗം കണ്ടെത്തിയതായി വിവരമുണ്ട്. അന്ന് ചികിത്സയിൽ ഉണ്ടായിരുന്നവർ ഭേദപ്പെട്ട് തിരിച്ചെത്തി. മഴക്കാലം ശക്തമായതോടെ ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ ഏറെ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM തീരുമാനം. പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച യോഗം ചേരും. തോൽവിയെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രധാന തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. പത്മകുമാറിനെതിരായ വിമർശനത്തിലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനത്തിലും തിരുത്തൽ വരുത്തി. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അന്വേഷണ സംഘം പ്രതിയാക്കിയിട്ടും എ പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ CPM ഇതുവരെ തയ്യാറായിരുന്നില്ല. 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നേരിട്ട വേളയിൽ പോലും ഏറെ പഴികേട്ട വിഷയത്തിൽ പത്മകുമാറിന് പാർട്ടി സംരക്ഷണം ഒരുക്കുകയായിരുന്നു. എന്നാൽ കനത്ത തോൽവിയുടെ ഭാരത്താൽ നേതൃത്വം തലകുനിക്കുമ്പോൾ തെറ്റുകൾ ഓരോന്നായി തിരുത്താൻ നിർബന്ധിതരാകുകയാണ്. ആദ്യം എ പത്മകുമാറിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ പത്മകുമാർ കഴിഞ്ഞ ആഴ്ച പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നു. അതോടൊപ്പം തോൽവി വിലയിരുത്തിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രധാന തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള ആരോപണം റിവ്യൂ റിപ്പോർട്ടിൽ മയപ്പെടുത്തിയിരുന്നു. എന്നാൽ നടപടിയില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി കടുത്ത നിലപാടെടുത്തതിനെ തുടർന്ന് നേതൃത്വം തിരുത്താൻ തയ്യാറായി. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ വീഴ്ചയും റിപ്പോർട്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലും മാറ്റമുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്ന് സമ്മതിക്കുന്നതാണ് റിപ്പോർട്ടിലെ തിരുത്തൽ. അതേസമയം നേതൃത്വത്തിനെതിരായ വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ CPM. പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MB രാജേഷിനും K ശാന്തകുമാരിക്കും വിമർശനം. തൃത്താല, കോങ്ങാട്, പാലക്കാട്, ചിറ്റൂർ മണ്ഡലങ്ങളിലെ തോൽവി പരിശോധിക്കും. MB രാജേഷിന്റെയും K ശാന്തകുമാരിയുടെയും ശൈലി തോൽവിക്ക് കാരണമായെന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. MLA-മാർക്ക് ജനങ്ങളുമായി ബന്ധമില്ലാതായെന്നും യോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS സലീഖ എന്നിവർ പങ്കെടുത്ത പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു വിമർശനം ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് ചോർച്ച ഗൗരവകരമാണെന്നും പാലക്കാട് മണ്ഡലത്തിലെ CPM പ്രവർത്തനം നിർജീവമാകുകയും BJPക്ക് വളർച്ചയുണ്ടായെന്നും യോഗം വിലയിരുത്തി. CPM സ്വാധീന മേഖലയിൽ പോലും തിരിച്ചടിയാണ് ഉണ്ടായതെന്നും നെല്ല് സംഭരണ പ്രതിസന്ധി ജില്ലയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചുവെന്നും നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, പാലക്കാട്. മാസപ്പടി കേസിൽ ഇഡിക്ക് മുൻപിൽ ഹാജരാകാൻ സാവകാശം തേടി വീണ വിജയൻ. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നാളെ ഹാജരാകാനാകില്ല എന്ന് വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇമെയിൽ അയച്ചു. അഭിഭാഷകർ ഹാജരായി രേഖകൾ കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. CMRL MD ശശിധരൻ കർത്തയും ജീവനക്കാരടക്കം 9 പേർക്കാണ് ആദ്യഘട്ടം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശശിധരൻ കർത്ത തിങ്കളാഴ്ചയാണ് ഹാജരാകേണ്ടത്.
മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് ഇ.ഡി. വീണ വിജയന് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ സാവകാശം തേടിയിട്ടുണ്ട്. മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് ഇ.ഡിക്ക് ഇമെയിൽ അയച്ചു. ആവശ്യമായ രേഖകൾ കൈമാറാൻ ഒരുക്കമാണെന്നും വീണയുടെ ഇമെയിലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ പുതിയ സമൻസ് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജിക് കേസിൽ ഇതാദ്യമായിട്ടായിരുന്നു വീണയെ ഇ.ഡി. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 9 പേർക്കാണ് ഇ.ഡി. സമൻസ് നൽകിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്ത, മകൻ ശരൺ കർത്ത, ശശിധരൻ കർത്തയുടെ ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കും കമ്പനി ജീവനക്കാരായ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, അഞ്ജു റേച്ചൽ കുരുവിള അടക്കമുള്ള ജീവനക്കാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശശിധരൻ കർത്ത തിങ്കളാഴ്ചയാണ് ഹാജരാകേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതി സ്റ്റിക്കർ പതിക്കാൻ തീരുമാനം. തിങ്കളാഴ്ച ഉദ്ഘാടന യാത്രയിൽ മുഖ്യമന്ത്രി ഭാഗമാകും. തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി യാത്ര ചെയ്യും. തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിക്കാൻ തീരുമാനം. ഓർഡിനറി, സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഒരേ നിറത്തിലായതിനാലാണ് ഇങ്ങനെ സ്റ്റിക്കർ പതിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഉദ്ഘാടന ബസ്. ആ യാത്രയിൽ മുഖ്യമന്ത്രിയും ഭാഗമാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. തമ്പാനൂർ മുതൽ പെരുമാതുറ വരെയാണ് യാത്ര. ഇതിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഗതാഗത മന്ത്രി CP ജോൺ, ആരോഗ്യമന്ത്രി K മുരളീധരൻ, വനിതാ മന്ത്രിമാരായ ബിന്ദുകൃഷ്ണ, KA തുളസി എന്നിവരും യാത്ര ചെയ്യും. മുഖ്യമന്ത്രി തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റ് വരെ മാത്രമാണ് യാത്ര ചെയ്യുക. സൗജന്യ യാത്രാ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുന്ന സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഈ പദ്ധതിയിലൂടെയുള്ള വരുമാന നഷ്ടം സർക്കാർ KSRTCക്ക് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിച്ച ശേഷം ഓരോ റൂട്ടിലെയും തിരക്ക് ഗതാഗത വകുപ്പ് നിരീക്ഷിക്കും. തിരക്ക് അമിതമായാൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുമോ എന്നാണ് അറിയേണ്ടത്. സ്ത്രീകൾക്ക് യാത്ര സൗജന്യമെങ്കിലും കണക്കെടുപ്പിനായി ടിക്കറ്റ് നൽകാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രിയദർശിനി പദ്ധതിക്കെതിരെ ഇടതുപക്ഷം പരിഹാസം തുടരട്ടെ എന്ന് മന്ത്രി PC വിശ്വനാഥ്. ഈ പരിഹാസമാണ് അവരെ നിലവിലെ അവസ്ഥയിലെത്തിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ 3 പേരും തെരഞ്ഞെടുക്കപ്പെടും. ഇതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. ഇതിപ്പോ കോൺഗ്രസുകാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ പണം സർക്കാർ മുൻകൂറായി നൽകണമെന്ന് KSRTC ആവശ്യപ്പെട്ടു. മാസാവസാനം പണം നൽകാനുള്ള തീരുമാനം ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇന്ധന സബ്സിഡി അടക്കം പ്രതിസന്ധിയിലാകും. ധനവകുപ്പുമായി ഗതാഗത വകുപ്പിന്റെ ചർച്ച ഉടനുണ്ടാകും. അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽട്ട്, നിലവിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ അത് എങ്ങനെയെങ്കിലും മാറ്റി മുന്നേറണമെന്നുള്ളത് UDF സർക്കാരിനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാകും, തീരുമാനമുണ്ടാകും, അല്ലേ? തീർച്ചയായും ഇതൊരു ക്ഷേമ പദ്ധതിയാണ് ശ്രീജ. കാരണം സർക്കാർ ഇതൊരിക്കലും KSRTCയുടെ തലയിൽ അധിക ഭാരം വരികയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇത് UDFും പ്രകടന പത്രികയിൽ പറഞ്ഞ UDFിന്റെ ഏറ്റവും വലിയൊരു ആകർഷണ പദ്ധതി കൂടിയാണ്. ഇന്ദിര ഗ്യാരണ്ടിയിലെ ഏറ്റവും ആകർഷകമായ പദ്ധതിയാണ് ഇത്. സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ക്ഷേമ പദ്ധതി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചിലവെന്ന് പറയുന്നത് വലിയ ചിലവ് തന്നെയാണ് വരിക. എന്നാൽ അത് സർക്കാർ തന്നെ കണ്ടെത്തുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഈ തുക മാസ അവസാനം നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് KSRTC. പക്ഷേ KSRTC പറയുന്നത് അങ്ങനെ നൽകിയിട്ട് കാര്യമില്ല. ആ മാസത്തിൽ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഈ തുക നൽകേണ്ടതുണ്ട്. കാരണം മാസം അവസാനം നൽകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊരു നഷ്ടത്തിൽ പോവുകയാണ് KSRTC. അപ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൂടി നൽകുമ്പോൾ പ്രതിദിനം ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വലിയ തുകയാണ്. അപ്പോൾ ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നാണ് KSRTC ചോദിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഇത് മാസം അവസാനമാണ് ഈ തുക നൽകുകയാണെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമാകുന്നത് ഇന്ധന സബ്സിഡിയാണ്. ഇന്ധന സബ്സിഡി അടക്കം പ്രതിസന്ധിയിലാകും. അങ്ങനെ വരുമ്പോൾ ഇത് മാസം അവസാനം കൊണ്ടുവരികയാണെങ്കിൽ KSRTC കൂടുതൽ കടക്കണിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ KSRTC CMD അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധനവകുപ്പുമായി ചർച്ച നടത്തുന്നത്. ധനകാര്യം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ്. തൽക്കാലം മന്ത്രിതലത്തിലുള്ള ചർച്ചയല്ല, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയിൽ ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ല എങ്കിൽ മന്ത്രിതലത്തിലുള്ള ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും KSRTC മുന്നോട്ട് വെക്കുന്നത് ഈ തുക മുൻകൂറായി തന്നെ വേണം. മാസം അവസാനം തരികയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് KSRTCയെ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ചർച്ച ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി അൺഫിൽട്ട്, സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ പണം സർക്കാർ മുൻകൂറായി നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് KSRTC മുന്നോട്ട് വയ്ക്കുന്നത്.
പ്രൈവറ്റ് ബസ് ഉടമകളുടെ യോഗം തൃശൂരിൽ ചേർന്നു. ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനാണ് യോഗം ചേരുന്നത്. KSRTCയിലെ സൗജന്യ യാത്ര ചർച്ചയാകും. ഇന്ധനവില വർധനവും ചർച്ച ചെയ്യും. സൗജന്യ യാത്ര സ്വകാര്യ മേഖലയുടെ നടുവൊടിക്കുമെന്നാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ച പ്രതികൾ ചോദ്യമുനയിൽ. SIT തലവൻ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. 3 ദിവസമാണ് ചോദ്യം ചെയ്യലിനായി അനുവദിച്ചിരിക്കുന്നത്. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് SIT ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്നതിനായി പ്രത്യേക ചോദ്യാവലിയും SIT തയ്യാറാക്കിയിട്ടുണ്ട്. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് SIT ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്നതിനായി പ്രത്യേക ചോദ്യാവലിയും SIT തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രതികളെയും ഒറ്റയ്ക്കിരുത്തിയാണ് ചോദ്യം ചെയ്യൽ. 3 ദിവസമാണ് ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകിയത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ബോണ്ടിലും 2 ആൾജാമ്യത്തിലും പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകണം എന്നാണ് കോടതി ഉത്തരവ്. മുൻപ് കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളെ ചോദ്യം ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും നടന്നിരുന്നില്ല. കേസിൽ ഇതാദ്യമാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തുന്നത്. അതിനാൽ തന്നെ കേസിൽ വഴിത്തിരിവുണ്ടാക്കാൻ കഴിയുന്ന തെളിവുകൾ ഇതിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്തതെന്നും കേസിൽ വേട്ടയാടപ്പെടുന്നുവെന്നും ഗൺമാൻ അനിൽകുമാർ പ്രതികരിച്ചു. കേസിൽ തൽക്കാലം ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. പ്രോസിക്യൂഷന് ലഭിച്ച നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന് പ്രോസിക്യൂഷൻ തീരുമാനിച്ചത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. വമ്പൻ സംഗീത താരങ്ങളെ അണിനിരത്തിയാണ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ന് തുടക്കം. വൈവിധ്യമാർന്ന പ്രമേയങ്ങളിൽ 3 വ്യത്യസ്ത വേദികളിൽ ഉദ്ഘാടന ചടങ്ങുകൾ. മെക്സിക്കോ ഇത് 3ാം തവണയാണ് ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത്. അമേരിക്ക 2ാമതും. 1994 അമേരിക്ക അവസാനമായി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. കാനഡ ഇതാദ്യമായും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 വേദികൾ, 104 മത്സരങ്ങൾ. 12 ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനക്കാരും ഏറ്റവും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും നോക്കൌട്ട് റൗണ്ടിന് തുടക്കമായ റൗണ്ട് ഓഫ് 32-ൽ മത്സരിക്കും. പിന്നീട് 16 ടീമുകളുടെ പ്രീ ക്വാർട്ടർ, അതിനുശേഷം ക്വാർട്ടർ, സെമി. ജൂലൈ 19 കലാശ പോരാട്ടം. ഉദ്ഘാടന മത്സരം മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിലാണ്. ഫൈനൽ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റുദർഫോർഡിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലും. ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ മെക്സിക്കോ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കാൻ പോപ്പ് താരം ഷക്കീറ, ടൈല എന്നിവരടങ്ങുന്ന പ്രമുഖ ഗായകരാണ് അണിനിരക്കുന്നത്. പ്രത്യേക മൾട്ടി ട്രാക്ക് മ്യൂസിക് പ്രോജക്റ്റുകളും മെഗാ ആൽബവും ഫിഫ സജ്ജമാക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. കോഴിക്കോട് കുരിക്കത്തൂർ ഗ്രാമം ലോകകപ്പ് ഫുട്ബോളിന് വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മറഡോണയുടെയും പെലെയുടെയും പൂർണ്ണകായ പ്രതിമകൾ ഉണ്ടാക്കി സെൽഫി പോയിന്റ് ഒരുക്കിയാണ് ലോകകപ്പിന് വരവേൽക്കാൻ കുരിക്കത്തൂർ കാത്തിരിക്കുന്നത്. എങ്ങും ലോകകപ്പ് ആവേശമാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കുരിക്കത്തൂരിലാണ്. കുരിക്കത്തൂരിൽ സരിലായ എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു ഫുട്ബോൾ കാർണിവൽ അല്ലേ, ഫുട്ബോൾ കാർണിവൽ ഒരുക്കാനുള്ള ഇത് മഹേഷ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കലാണ്. നമുക്കറിയാം പെലെയുണ്ട്, മറഡോണയുണ്ട്. എന്താണ് ഈ ഒരു ശില്പത്തിൻ്റെ പ്രത്യേകതകൾ? ശില്പത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവർ പണ്ട് കളിച്ചിരുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതരാണ്. അത് നമ്മൾ തെർമോക്കോൾ എന്നുള്ള മീഡിയം വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 പേരുടെയും അളവുകൾ വ്യത്യാസമുണ്ട്, 2 പേരുടെയും ബോഡി ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. ഒരാൾ ഈ കറുത്തിട്ട് നീണ്ട ഒരു ആളാണ്, മറ്റാൾ വെളുത്തിട്ട് കൊറിയൻ മനുഷ്യനാണ്. കൊറിയൻ മനുഷ്യനല്ല, ഒരു കുള്ള സ്വഭാവമാണ് അയാൾക്കുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ ഈ വർക്കിൽ കാണിക്കും വേണം. അതേപോലെ തന്നെ എൻ്റെ ജേഴ്സി കാര്യങ്ങൾ ഒക്കെ പഴക്കം ചെന്നതാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് കുറേ ഫോട്ടോസ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു 10 ദിവസം എടുത്തിട്ട് ചെയ്തതാണ്. എൻ്റെ സുഹൃത്ത് രാകേഷ് ഉണ്ട് സഹായിക്കാൻ. ഇതിലെ വെല്ലുവിളി എന്തൊക്കെയായിരുന്നു രാകേഷ്? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ടൈമിലായി ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് മഴ, പിന്നെ കറണ്ടിലേക്ക് ഓരോ പ്രശ്നം ഉണ്ടാകുന്നു. സരിലയുടെ സംഘാടകരാണ് ഇത്തരത്തിലൊരു കാർണിവലിനായിട്ട് ഇത്തരത്തിൽ ലോകകപ്പ്, ഒപ്പം തന്നെ എന്നും ലോകം ആരാധിക്കുന്ന 2 കളിക്കാരുടെ ശില്പങ്ങൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാർണിവലിൻ്റെ? കാർണിവൽ ഏറ്റവും ഗംഭീരമാകും.
കഴിഞ്ഞ 2 വേൾഡ് കപ്പ് ഞങ്ങളിവിടെ ബിഗ് സ്ക്രീൻ വെച്ചിരുന്നു. യൂറോ കപ്പ് ഞങ്ങൾ ബിഗ് സ്ക്രീൻ വെച്ചു. കോപ്പ അമേരിക്ക വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ കളിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പുതിയ തലമുറയിലെ ആളുകളെല്ലാം കളിയെ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എന്താ പറയുക, വിദ്വേഷപരമായി 2 വിഭാഗമായി ഏറ്റുമുട്ടിയ കാലമുണ്ടായിരുന്നു, ബ്രസീലും അർജന്റീനയും എന്ന് പറഞ്ഞ്. ആ ഒരു ആവേശം, അതിൽ നിന്ന് കുറേ ടീമുകൾ കൂടി, പോർച്ചുഗൽ വന്നു, ജർമ്മനി വന്നു, ഫ്രാൻസ് വന്നു, ഇറ്റലി വന്നു, അങ്ങനെ കുറേ ടീമുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നപ്പോൾ കുറച്ചുകൂടി വൈബായി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ കണ്ടത് ഈ ഇന്നലെയാണ് തുടക്കം കുറിച്ചത്, ഘോഷയാത്രയോടുകൂടി തുടങ്ങി. ഇനി 11-ന് ഔപചാരികമായ ഉദ്ഘാടനം. അന്ന് ഈ സെൽഫി പോയിന്റ്, ഇതാണ് ഏറ്റവും ആകർഷകം. അത് മഹേഷേട്ടൻ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് വൈബാക്കിയത് ഈ ഒരു ശില്പമാണ്. അതിനൊരു സെൽഫി പോയിൻ്റാണ്. വിവിധ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഇത് പ്രചരിപ്പിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും കുരിക്കത്തൂർ ഫുട്ബോൾ ആവേശത്തെ വരവേൽക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഫുട്ബോൾ കാർണിവൽ തന്നെയായിരിക്കും കോഴിക്കോട് കുരിക്കത്തൂരിൽ. ക്യാമറാമാൻ അനുരാഗിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കൗൺസിലർ R. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. കാപ്പ കേസ് പ്രതിയെ മേയർ സംരക്ഷിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സുഗതന്റെ രാജി ഉണ്ടാകും വരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് LDFന്റെ തീരുമാനം. കൗൺസിലറെ സംരക്ഷിക്കാനായി കൗൺസിൽ യോഗം പോലും വിളിച്ചു ചേർക്കാതെ മേയർ ഒളിച്ചു കളിക്കുകയാണെന്ന് കോർപ്പറേഷനിലെ LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് ആരോപിച്ചു. എല്ലാം കുറ്റവാളികളായി ചിത്രീകരിക്കുകയാണ്. DYFIയുടെ മേഖലാ ഭാരവാഹികളും ബ്ലോക്ക് നേതൃത്വത്തിലുള്ള സഖാക്കളൊക്കെ വിളിപ്പിക്കുമ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ എന്ന. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ SIT അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് DYFI. വടകർ സ്ക്വാഡ് എന്നത് ഭീകര പ്രസ്ഥാനമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് രൂപീകരിച്ച സമൂഹ മാധ്യമ കൂട്ടായ്മയാണ്. ഹാജരാകാൻ വിളിപ്പിക്കുന്ന DYFI പ്രവർത്തകരെ കുറ്റവാളികളായാണ് ചിത്രീകരിക്കുന്നത്. റിബേഷ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞത് കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിന്റെ പേരിൽ അല്ല എന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതം. US ആക്രമണത്തിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ച ഇറാൻ. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആക്രമണമെന്നും എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകളെയും ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് അടച്ചത് നിലവിലെ അരക്ഷിതാവസ്ഥ കാരണമെന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. ഹോർമൂസിന് ചുറ്റും സ്ഫോടനങ്ങൾ നടന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖഷം ദ്വീപിലും ബന്ദർ അബ്ബാസിലും കാർഗിനിലും സിരിക്കിനിലും സ്ഫോടനമുണ്ടായി. സമാധാന കരാറിൽ ഇറാൻ ഒപ്പിട്ടില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ആക്രമിക്കുമെന്നുമാണ് അമേരിക്കയുടെ ഭീഷണി. സ്വർണ്ണവില ഇന്നും വലിയ തകർച്ചയിൽ. ഇന്ന് രാവിലെ 1560 രൂപ താഴ്ന്ന് 1,06,800 രൂപയിലെത്തി. ഇതോടെ ഇന്നലെയും ഇന്നുമായി മാത്രം പവന് 5520 രൂപ കുറഞ്ഞു. ഗ്രാമിന് ഇന്ന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയായി. ഈ വർഷം ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് പവന്റെ എക്കാലത്തെയും റെക്കോർഡ് വില. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ട് സ്വർണം നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ്. വ്യാജമായി വലിയ സ്വർണ്ണക്കട്ടികൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ തട്ടിയ കേസിലെ പ്രധാന പ്രതി തൃശൂരിൽ പിടിയിൽ. പത്തനംതിട്ട സ്വദേശി ഷാജിയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. ജ്വല്ലറി ഉടമകളിൽ നിന്ന് ഇയാൾ തട്ടിയത് ലക്ഷങ്ങളാണ്. വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. തൃശൂർ പൂങ്കുന്നത്ത് ഒരു വീട്ടിൽ നിന്ന് 18 മലമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളെ പിടികൂടി. MG നഗറിലെ കാർത്തിക് എന്നയാളുടെ വീട്ടിലാണ് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളിൽ നിന്നും പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് 18 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. കാർത്തിക്കിന്റെ പ്രായമായ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബമാണ് വീട്ടിൽ താമസിക്കുന്നത്. പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്നേക്ക് റെസ്ക്യൂവർമാരെത്തി പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി കൊണ്ടുപോയി. വീടിന് സമീപത്ത് ധാരാളം പൊന്തക്കാടുകളും ഒരു തോടുമുള്ളതിനാൽ ഇവിടെ നിന്നും പാമ്പ് എത്തിയതാകാമെന്നാണ് സംശയിക്കുന്നത്. ഈ 18 എന്ന് പറയുമ്പോൾ വണ്ടിയുടെ സീറ്റിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഗേറ്റിന്റെ മുകളിൽ മതിലിന്റെ സൈഡിൽ ഈ പൊത്തിനുള്ളിൽ കൂടെ കയറി വരുന്നത്. 8 മണിക്ക് ശേഷമാണ് ഇത് ഇങ്ങനെ ഒരു 8-7:30 കഴിഞ്ഞിട്ട് തന്നെ വന്നു തുടങ്ങും. ഒരെണ്ണം വന്നു, പിന്നെ ഒരെണ്ണം വരും, പിന്നെ കുറച്ച് 2 ഇവിടെ കാണാം. ഈ മൂലയ്ക്ക് ഈ തോട്ടോട് ചേർന്നുള്ള മൂലയിൽ തോട്ടിനാണ് കയറി വരുന്നത്. അപ്പോൾ അത് വളരെയധികം പേടിയുണ്ട്. ഭാര്യയും അമ്മയും ചെറിയ മോളാണ്. അപ്പോൾ 12 കുട്ടി എന്ന് പറയുമ്പോൾ ഈ റോഡ് സൈഡിൽ പുല്ലുകൾ ഭയങ്കര കാട് പിടിച്ച് കിടക്കുക. അതും ഒരു പ്രശ്നം തന്നെയാണ്. ഇടയ്ക്ക് പാമ്പുകൾ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതാണ്. കുറെ കുട്ടികളൊക്കെ ഈ ഭാഗത്ത് അങ്ങോട്ട് കളിക്കാനൊക്കെ പോകുന്ന ഗ്രൗണ്ടൊക്കെ ഈ സൈഡിലുണ്ട് പാടത്ത്. വീട്ടുമുറ്റത്തെ പാതി തകർന്ന കോൺക്രീറ്റ് തറയ്ക്കുള്ളിലും പാമ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാളെ തറ പൊളിച്ച നീക്കുമെന്നും വീട്ടുടമ കാർത്തിക് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ.
ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണും. നമസ്കാരം.